തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്കൂൾ വാൻ അപകടത്തിൽപ്പെട്ടു. നെട്ടയം സെയിന്റ് ശാന്തൽ സ്കൂളിലെ വാനാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാനിലുണ്ടായിരുന്ന കുട്ടികൾക്ക് ആർക്കും പരിക്കില്ല. സെന്റ് ശാന്തൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികൾക്ക് നേരിയ പരിക്കുകളേ ഉള്ളൂ. നമുക്ക് കാണാൻ സാധിക്കും, ഈ സ്കൂളിൽ ഇത്രയും അധികം പാർക്കിംഗ് ഏരിയ ഉണ്ടായിട്ടും പ്രൈവറ്റ് വാഹനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യവാഹനങ്ങൾ അകത്ത് പ്രവേശിക്കരുതെന്ന്. അത്തരത്തിൽ വന്ന ഒരു പ്രൈവറ്റ് ബസ്സിലുണ്ടായിരുന്ന 32 കുട്ടികളും അടങ്ങുന്ന ഒരു വാനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വളരെ നേരിയ വീതിയുള്ള ഒരു റോഡാണ്. അതുപോലെ തന്നെ ഈ വഴിയിൽ കൂടിയാണ് ബസ് ഇറങ്ങി വന്നത്. ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഇട്ട് ആ ബസ് തിരിക്കുന്ന സമയത്താണ് പുറകിലേക്ക് തെന്നിമാറി താഴ്ചയിലേക്ക് വീടാനായിട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ കുട്ടികളെ എല്ലാവരെയും വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കുകയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു. വണ്ടിയിൽ മൊത്തം പിള്ളേരാണ്, ഫുൾ പിള്ളേരായിരുന്നു. ഈ ഫ്രണ്ടിലോട്ട് കുറച്ച് വലിയ പിള്ളേരായിരുന്നു. അതെല്ലാം ടപ്പനെ ഇറങ്ങി. അവർ അകത്തുകൂടെ ഒരു ചേട്ട ഇതിന്റെ അകത്തുകൂടെ ഇറങ്ങി പിള്ളേരെ ഇറക്കി എടുത്തു. അപ്പം ഞാൻ അകത്തുകൂടെ കയറി ഈ ഡോറ് തുറന്ന് ബാക്കിൽ കൂടെ എല്ലാ പിള്ളേരെയും എടുത്ത് കയറ്റിയാണ്. അപ്പോൾ കുറേ പിള്ളേർ ഇറങ്ങി. ബാക്കിൽ കുറേ കൊച്ചു പിള്ളേരായിരുന്നു. ബാഗും 2-3 പിള്ളേരായിട്ട് അടുത്തടുത്തായിട്ടാണ് കിടന്നത്. ഒരു 3-4 പിള്ളേർ എന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കൊച്ചു പിള്ളേർ കണ്ണ് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നു. ഇതിനു മുൻപും പലതവണ പ്രദേശവാസികളും മാതാപിതാക്കളും ഒക്കെ സ്കൂൾ അധികൃതരോട് ഇത്തരത്തിൽ ഇവിടെ ഒരു സംരക്ഷണ വേലി അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനും ഈ റോഡിനപ്പുറേ അരുവിക്കര പഞ്ചായത്തിന്റെയും വകയാണ്. പഞ്ചായത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോഴും അവർക്ക് ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇവരും ഒന്നും ചെയ്യുന്നില്ല. തൽക്കാലം ഇവർ ഈ കുഞ്ഞുങ്ങളെ അകത്തോട്ട് കയറ്റി, ഈ പിള്ളേരെ എല്ലാം അകത്ത് കയറ്റി ഇറക്കി വാഹനം പോകാനുള്ള സംവിധാനം. അതാ ഇന്നിപ്പോൾ ഈ പ്രശ്നം നടന്നുകൊണ്ടാണ് ഒരൊറ്റ വണ്ടികളെല്ലാം വണ്ടി എടുപ്പിച്ചതുകൊണ്ടാണ് മാറ്റിയത്. ഇവിടെ ഫുള്ളും 2 സൈഡും വണ്ടിയാണ്. ഈ താഴ്ചയ്ക്ക് താഴെ താമസിക്കുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത വൃദ്ധ ദമ്പതികളായിട്ടുള്ള 2 പേരാണ്. അവരും പലതവണ നോട്ടീസ് നൽകുക അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ഇവരുടെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവരും പറയുന്നത്. അവരാണ് പറഞ്ഞത് ഒപ്പിട്ട് കൊടുക്കാൻ, എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ 110 ഒപ്പിട്ട് ഇവിടെ കൊടുത്തപ്പോൾ അതിന്റെ മറുപടി ഒന്നും പേപ്പറും ഇല്ല. ഈ സൈഡ് വാൾ കെട്ടി അവരെ കുട്ടികളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ സൈഡ് വാൾ കെട്ടാൻ പറഞ്ഞ് ഇവിടെ നല്ല രീതിയിൽ സൈഡ് വാൾ കെട്ടി അവിടെ ഇടിഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോഴവർ അതും ചെയ്യുന്നില്ല. വേണ്ട വിധത്തിലുള്ള നടപടികൾ മറ്റു അധികൃതർ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ നല്ലി മുരുകനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.